വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ സുപ്രീം കോടതിയിൽ. തെളിവുണ്ടെങ്കിൽ കേസിൽ CBIക്ക് അന്വേഷണം നടത്താമെന്നായിരുന്നു അലഹബാദ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഈ ഉത്തരവിനെതിരെ അപ്പീലുമായി രാഹുൽ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഡൽഹിയിൽ നിന്നും TS ആദർശാണ് ചേരുന്നത്. ആദർശ്, എന്തായാലും ഈ വരവിൽ കഴിഞ്ഞ സ്വത്തുകൾ കടത്തിയതുമായി ബന്ധപ്പെട്ട് തന്നെ രാഹുൽ ഇപ്പോൾ രക്ഷപ്പെടാനുള്ള നീക്കങ്ങൾ ഒരുക്കി, അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ആര്യശ്രീ, ഈ കേസിൽ അലഹബാദ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന് പിന്നാലെ തന്നെ CBI അന്വേഷണത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് രാഹുൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കാരണം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിന് തടസ്സമില്ല എന്ന് ഇടക്കാല ഉത്തരവിലൂടെ അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഉത്തരവിനെതിരെ രാഹുൽ സുപ്രീം കോടതിയെ സമീപിച്ചത്. കാരണം നേരത്തെ തന്നെ ഈ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നുള്ള ഇടക്കാല ഉത്തരവ് പുറത്തു വന്നപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും എന്നുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. അലഹബാദ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് റദ്ദാക്കണം എന്നാണ് രാഹുലിന്റെ ആവശ്യം. മാത്രമല്ല, തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ഈ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള പരാതി ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും രാഹുൽ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. അപ്പോൾ എന്തായാലും സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് അപ്പീലുമായി രാഹുൽ എത്തുമ്പോൾ അത് ഈ കേസിൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം CBI അന്വേഷണം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ അത് തന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ കാര്യമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന് മനസ്സിലാക്കി സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അതുമല്ലെങ്കിൽ ഈ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നുള്ള ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണത്തിന് തടയിടുക എന്നാണ് രാഹുലിന്റെ ലക്ഷ്യം. ആര്യശ്രീ, ശരി, വ്യക്തമാണ്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ആദർശ് TS ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.